ദുബായിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഒരു വൈകുന്നേരം ഗ്ലോബൽ വില്ലേജ് എന്ന അത്ഭുത പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും സംസ്കാരവും ഭക്ഷണവും കലയും കരകൗശലങ്ങളുമെല്ലാം ഒരു പ്രദേശത്തേക്ക് സമന്വയിപ്പിച്ചിരിക്കുകയാണ് ദുബായ് ഇവിടെ. വ്യത്യസ്ത നാടുകളുടെ സംസ്കാരം നേരിൽ കണ്ടറിയാം. പല രാജ്യങ്ങളുടെ പൗലിനുകൾ കണ്ട ശേഷം ഞാൻ റോഡ് ഓഫ് ഏഷ്യ എന്ന ഭാഗത്തേക്കെത്തി. നേർരേഖ പോലെ ഒരു പാത. അതിന്റെ ഇരുവശവുമായി ഏഷ്യൻ സംസ്കാരത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. ചൈന, ജപ്പാൻ എന്നിങ്ങനെ പല രാജ്യങ്ങളുടെ സ്റ്റാളുകളുണ്ട്. കയറി ചെല്ലുമ്പോഴേ കൂടുതലായും കാണുന്നത് കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ സ്റ്റാളുകളാണ്. വലതുവശത്ത് ജപ്പാന്റെ പൗലിനുണ്ട്. അതിനകത്തേക്ക് ഒന്ന് കയറാമെന്ന് തീരുമാനിച്ചു. ജപ്പാനിലെ സൂഷി ഉൾപ്പെടെയുള്ള നിരവധി വിഭവങ്ങൾ ലഭിക്കുന്ന സ്റ്റാളുകൾ. ജാപ്പനീസ് ശൈലിയിൽ തന്നെയാണ് കെട്ടിടങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഓരോ രാജ്യത്തിന്റെയും പൗലിന്റെ തീം ആ രാജ്യത്തിന്റെ വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജപ്പാന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം പ്രദർശിപ്പിക്കുന്നതാണ് ഈ പൗലിയൻ. ജപ്പാൻ പൗലിയനിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ മെയിൻ സ്ട്രീറ്റിൽ വലിയ തിരക്കാണ്. റോഡ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന മെയിൻ സ്ട്രീറ്റ്. അതിന്റെ ഇരുവശത്തുമുള്ള സ്റ്റാളുകളിൽ ഭക്ഷ്യവസ്തുക്കൾ നിരത്തിവെച്ചിരിക്കുകയാണ്. പല നാടുകളിലെ തനതു രുചികളുടെ വിഭവങ്ങൾ. ഇതുവഴി ഒരു ദിവസം നടന്നാലൊന്നും കണ്ടു തീരില്ല. അത്രയേറെയുണ്ട് സ്റ്റാളുകൾ. വസ്ത്രങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിങ്ങനെ പലതും. അഫ്ഗാനിസ്ഥാന്റേതുൾപ്പെടെ പല പല പൗലിനുകൾ. ഒരു ഭാഗത്ത് സംഗീത അവതരണം നടക്കുന്നു. മനോഹരമായ ഒരു മണ്ഡപം. അതിൽ അഫ്ഗാനിസ്ഥാനി സംഗീത അവതരണമാണ്. ഹാർമോണിയവും തബലയുമെല്ലാം വായിച്ച് ഏതാനും കലാകാരന്മാർ പാടുന്നു. ആളുകൾ കുറച്ചുനേരം അത് കണ്ടുനിന്ന് വീഡിയോ എടുത്ത് മടങ്ങുന്നു. മുഴുവനായും ഈ പാട്ട് കേട്ടിരിക്കുന്ന അധികം ആളുകൾ ഉണ്ടാവില്ല. ഞാനും കുറച്ചുനേരം അവിടെ നിന്ന് പാട്ട് കേട്ടു. ഉച്ചകഴിഞ്ഞ് 4 മണിയോടെയാണ് ഗ്ലോബൽ വില്ലേജ് തുറക്കുക. ചില ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെയും മറ്റു ചില ദിവസങ്ങളിൽ പുലർച്ചെ 1 മണി വരെയും ഇവിടെ പ്രവേശനമുണ്ടാകും. ക്ലീനിംഗ് സ്റ്റാഫിനെ എല്ലാ വഴികളിലും ഏതു സമയത്തും കാണാം. ഇത്രയും ആളുകളെത്തുന്ന ഒരിടമാണിതെന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടേറെ ആളുകൾ കൂടുന്ന ഒരു ഉത്സവ പറമ്പിൽ ചെന്നാൽ അവിടെ കടലാസുകളും ഭക്ഷണശേഷം ഉപേക്ഷിച്ച പാക്കറ്റുകളും ചിതറിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളുമെല്ലാം നിറഞ്ഞ് ആകെ വൃത്തിഹീനമായിരിക്കും. ആയിരക്കണക്കിന് ആളുകൾ ഏതു സമയവും നിറഞ്ഞു നീങ്ങുമ്പോഴും മാലിന്യത്തിന്റെ ചെറിയൊരു അംശം പോലും എവിടെയും കാണില്ല. എപ്പോഴും എല്ലായിടവും വൃത്തിയോടെ തുടച്ചു മിനുക്കിയിടാൻ ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു അച്ചടക്കവും ശുചിത്വബോധവുമൊന്നും നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തൊന്നും വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും നടക്കുമ്പോൾ ചൈനയുടെ ഭാഗത്തേക്കെത്തുന്നു. ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിരത്തിയ സ്റ്റാളുകൾ. ഒരു ഭാഗത്ത് മുള, ഈറ്റ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളും വട്ടിയും കുട്ടയുമൊക്കെയാണ് നിരത്തിവെച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പെർഫെക്ഷൻ അപാരമാണ്. കലാപൂർണതയുടെയും കരകൗശലത്തിന്റെയും കാര്യത്തിൽ ചൈനക്കാരുടെ കൈതഴക്കം എടുത്തു പറയേണ്ടതാണ്. നമുക്കിത് അനുകരിക്കാനാവാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഗുണനിലവാരത്തിൽ അത്തരം കാര്യങ്ങളിലെല്ലാം ഇന്ത്യ ശ്രദ്ധ ചെലുത്തുന്നില്ല. നമ്മുടെ സൗന്ദര്യബോധവും കൃത്യതയുമെല്ലാം ഏറെ പിന്നിലാണെന്ന് ഇത്തരം കാഴ്ചകളിലൂടെ നടക്കുമ്പോഴാണ് മനസ്സിലാവുക. സ്പ്രേ പെയിന്റ് കൊണ്ട് പോർട്രേറ്റ് വരച്ചു നൽകുന്ന ഒരാൾ ഇവിടെയുണ്ട്. വില്ലേജിലൂടെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ആദ്യ ഭാഗത്തേക്കെത്തി. ഇത് ഇറാന്റെ പൗലിനാണ്. വലിയ എടുപ്പുകളോടുകൂടിയ ഗംഭീരമായൊരു പൗലിയൻ. ഇറാനും UAE-യുമായി അടുത്ത കാലം വരെ വലിയ സൗഹൃദത്തിലൊന്നുമായിരുന്നില്ല. ഇപ്പോൾ ബന്ധങ്ങൾ അല്പം ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിലും മാനസികമായി ഇരു കൂട്ടരും ചെറിയ അകൽച്ചയിൽ തന്നെയാണ്. സുന്നി ഷിയ വ്യത്യാസവും രാഷ്ട്രീയ കാരണങ്ങളുമെല്ലാമുണ്ട് അതിന് പിന്നിൽ. എങ്കിലും ഇത്തരമൊരു ഗ്ലോബൽ വില്ലേജിൽ UAE ഇറാന് അർഹമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ ബിസിനസ് ആണല്ലോ പ്രധാനം. ടൂറിസ്റ്റുകളെ പരമാവധി ആകർഷിക്കുകയും വേണം. ഇറാന്റെ മഹത്വത്തെയും ആ നാടിന്റെ സമ്പുഷ്ടമായ സംസ്കാരത്തെയും അവഗണിച്ചുകൊണ്ട് അറബ് ലോകത്ത് ഒരു ഗ്ലോബൽ വില്ലേജ് പണിയാനാവില്ലെന്ന് ഇതിന്റെ സംഘാടകർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഇവരുടെ കച്ചവട തന്ത്രവും. ഇറാനിയൻ പരവതാനികളുടെ സ്റ്റാളാണ് ഇത്.
പേർഷ്യൻ പരവതാനി ലോകപ്രശസ്തമായ ഉൽപ്പന്നമാണല്ലോ ഇത്. ഒട്ടേറെ പെയിന്റിങ്ങുകളുമുണ്ട്. ബ്രഷ് കൊണ്ട് വരച്ചവയല്ല, നൂലുകൊണ്ട് നെയ്തെടുത്തവയാണ്. പേർഷ്യൻ പരവതാനികളുടെ ഗാംഭീര്യവും വർണ്ണങ്ങളും പ്രകടമാകുന്ന സ്റ്റാളുകൾക്കിടയിലൂടെ നടത്തം തുടർന്നു. അഹമ്മദ് ഹുസൈൻ ബിൻ എസ എന്ന ദീർഘദർശിയുടെ ആശയമാണ് 1997 യാഥാർത്ഥ്യമായ ദുബായ് ഗ്ലോബൽ വില്ലേജ്. ദുബായിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഒരു പുത്തൻ ആശയം എന്ന നിലയിലാണ് 1996 ഗ്ലോബൽ വില്ലേജ് അവതരിപ്പിക്കപ്പെടുന്നത്. ഓരോ സീസണിലും 60 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഇവിടം സന്ദർശിക്കുന്നു. പരമാവധി 5 മാസമാണ് ഓരോ സീസണിലും ദുബായ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക. ആ ഒരു സമയത്തിനുള്ളിൽ 3 ബില്യൺ ദിർഹത്തിന്റെ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്നും പുറത്തേക്കിറങ്ങി. സുഹൃത്ത് ഡോക്ടർ ഷാഫിയുടെ കാറിൽ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഹോട്ടൽ. ദുബായ് മാലോകർക്ക് വേണ്ടി ഓരോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് പിന്നീട് കുറെ കാലം വെറുതെ ഇരിക്കുകയല്ല, നിരന്തരമായി പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണിവർ. ഇങ്ങനെ എപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രദേശമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇനിയും 3-4 ദിവസം ദുബായിൽ താമസിച്ചാലും ഷൂട്ട് ചെയ്ത് തീരാത്ത കാഴ്ചകൾ ഇവിടെയുണ്ട്. ഫെസ്റ്റിവൽ സിറ്റിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്കെത്തി. എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘാടകർ എനിക്ക് വേണ്ടി മുറിയെടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അവരാണ് എനിക്കിവിടെ ആതിഥ്യം അരുളുന്നതും. അടുത്ത ദിവസം രാവിലെ ഞാൻ റെഡിയായി പുറത്തേക്കിറങ്ങുമ്പോൾ ഇതാ മുന്നിൽ കാറുമായി ഡോക്ടർ ഷാഫി. ഇന്നലെ വീട്ടിൽ പോകാതെ എനിക്ക് വേണ്ടി രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നോ എന്ന് തോന്നിപ്പോകും. ഇന്ന് രാവിലെ മുതൽ ദുബായിലെ മറ്റു കുറേ കാഴ്ചകളിലേക്ക് കൂടി പോകാനാണ് തീരുമാനം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ദുബായിൽ ഇപ്പോൾ ഞായറാഴ്ച ഹോളിഡേ ആയിക്കഴിഞ്ഞു. നേരത്തെ വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു അവധിയെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞും ശനിയും ഞായറും അവധിയാണ്. ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ ഭാഗമാകുന്നതിനായി UAE ഞായറാഴ്ചകളെ അവധിയാക്കിയിരിക്കുകയാണ്. ലോകത്തെ മിക്ക സമ്പദ് വ്യവസ്ഥകളിലും ഞായറാഴ്ച അവധിയാണല്ലോ. അതിനൊപ്പം നിന്നില്ലെങ്കിൽ സാമ്പത്തികമായ പല പ്രശ്നങ്ങളുമുണ്ടാകും. അത് മുന്നിൽ കണ്ടാണ് UAEയുടെ തീരുമാനം. ഞങ്ങൾ ഇനി പോകുന്നത് ഇവിടുത്തെ മിറക്കിൾ ഗാർഡൻ എന്ന അത്ഭുതം കാണുന്നതിനാണ്. വഴിയോരങ്ങളൊക്കെ എത്ര ഭംഗിയിലും വൃത്തിയിലുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. ശുദ്ധീകരിച്ച കടൽ ജലം കൊണ്ട് നനച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പുൽത്തകിടിയും ഉദ്യാനങ്ങളുമെല്ലാം. റോഡിൽ ചുവന്ന വരയിട്ടിരിക്കുന്നത് സ്പീഡ് കുറയ്ക്കുന്നതിനു വേണ്ടിയാണ്. നല്ല സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ വേഗം കുറയ്ക്കേണ്ടിടത്താണ് വലിയ ചുവന്ന വരകൾ ഇടുന്നത്. ദുബായിയുടെ ഡൗൺ ടൗണിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് ദിശയിലേക്കാണ് യാത്ര. അബുദാബിയിലേക്കുള്ള ദിശയിൽ. ഈ ദിശയിൽ ഏതാണ്ട് 30 കിലോമീറ്റർ പോയാൽ മിറക്കിൾ ഗാർഡനിലേക്കെത്താം. കൃത്യം 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ദുബായിയുടെ പഴയകാല രൂപം കാണാം. മണലാരണ്യത്തിന്റെ ഭാഗങ്ങൾ. ഈ 311 എന്ന ഹൈവേ ആണിത്. ഒരു ദിശയിലേക്ക് 7 വരിയുള്ള പാത, മറുദിശയിലുമുണ്ട് 7 വരി. അങ്ങനെ 14 വരി ഹൈവേ ആണിത്. അബുദാബിയിൽ നിന്ന് തുടങ്ങി റാസൽ ഖൈമ വരെ എത്തുന്ന പാതയാണ് ഈ 311. ഫ്രഷ് മാർക്കറ്റ് എന്ന പേരിലൊക്കെയുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വലിയ മാർക്കറ്റുകളും ഗോഡൌണുകളുമൊക്കെ പാതയോരത്ത് കാണാം. ഈ പ്രദേശങ്ങൾ ഏതാണ്ട് വിജനമാണ്. ഡൗൺ ടൗണിലേതുപോലെ തിരക്കുകളോ ആകാശം മുട്ടുന്ന കെട്ടിടവനമോ ഒന്നുമില്ല. വലിയ വ്യവസായശാലകളുമില്ല. ദുബായിയുടെ ഭാവി വികസനത്തിനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ദുബായ് ചെറിയൊരു എമിറേറ്റ് ആണെങ്കിലും ഇപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട് ഇവിടെ. സൗന്ദര്യം കൊണ്ടും സാങ്കേതിക വിദ്യകൾ കൊണ്ടും ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ഇന്ന് ദുബായ്. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എമിറേറ്റ്. ഗൾഫ് രാജ്യങ്ങളുടെ സാംസ്കാരിക വ്യവസായ തലസ്ഥാനമെന്ന ഖ്യാതി നേരത്തെ തന്നെ ദുബായ് നേടിയെടുത്തു കഴിഞ്ഞു. ദുബായിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണമാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെന്ന് നിസ്സംശയം പറയാം. യൂറോപ്പിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അവിടുത്തെ നല്ല വശങ്ങളെ ദുബായിൽ പുനഃസൃഷ്ടിക്കാൻ ഏറെ ശ്രമിക്കുന്നുണ്ട്. ദുബായിലെ 8ാമത്തെ ഭരണാധികാരിയായിരുന്ന റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ മകനാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം.
റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ മരണശേഷം ഭരണത്തിലേറിയ മൂത്ത മകൻ മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പിൻഗാമിയായിരുന്നു മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ജ്യേഷ്ഠൻ മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം 2006 ജനുവരിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചപ്പോഴാണ് മുഹമ്മദ് ബിൻ റാഷിദ് ദുബായിയുടെ ഭരണാധികാരിയാവുന്നത്. അതിനു മുൻപേ തന്നെ മക്കളെ ദുബായിയുടെ ഭരണസാരഥ്യത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പിതാവ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം അവർക്ക് നല്ല വിദ്യാഭ്യാസവും സൈനിക പരിശീലനവും നൽകിയിരുന്നു. 1966 ലണ്ടനിലെത്തിയ മുഹമ്മദ് ബിൻ റാഷിദ് കേംബ്രിഡ്ജിലാണ് വിദ്യാഭ്യാസം നേടിയത്. തുടർന്ന് ബ്രിട്ടീഷ് മിലിറ്ററി കോളേജിൽ പഠിച്ചു. സൈനിക പഠനത്തിനു ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം തീവ്രമായ പരിശീലനങ്ങൾ പൂർത്തിയാക്കി. ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ മുഹമ്മദ് ബിൻ റാഷിദ് ആദ്യമായി ദുബായിൽ ഏറ്റെടുത്ത ഔദ്യോഗിക ചുമതല ദുബായ് പോലീസ് ആൻഡ് പബ്ലിക് സെക്യൂരിറ്റി മേധാവിയുടേതായിരുന്നു. 1995 ദുബായ് എമിറേറ്റിന്റെ കിരീടാവകാശിയായി തീർന്ന മുഹമ്മദ് ബിൻ റാഷിദ് 11 വർഷത്തിനു ശേഷം 2006 ഭരണാധികാരിയായി മാറുന്നത്. ലോകത്തെ തന്നെ പേരുകേട്ട കുതിരയോട്ടക്കാരനും കുതിരസ്നേഹിയുമാണ് മുഹമ്മദ് ബിൻ റാഷിദ്. കവിയും എഴുത്തുകാരനും കലാസ്നേഹിയുമായ അദ്ദേഹം തികഞ്ഞ ഒരു രാഷ്ട്രതന്ത്രജ്ഞനുമാണ്. ദുബായിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് എല്ലാ ഭാഗങ്ങളിലൂടെയും വഴിമരുന്നിട്ട അദ്ദേഹം എമിറേറ്റിന്റെ ഏറ്റവും മികച്ച ഭരണാധികാരിയായി തുടരുന്നു. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. ഞങ്ങൾ മിറക്കിൾ ഗാർഡന്റെ മുന്നിലേക്കെത്തി. DMG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദുബായ് മിറക്കിൾ ഗാർഡൻ. നേരത്തെ കണ്ട മരുഭൂമിയെ ഇങ്ങനെ ഹരിതാഭമായ പ്രദേശമാക്കി മാറ്റിയതു തന്നെയാണ് ഏറ്റവും വലിയ വിസ്മയം. പച്ചപ്പിന്റെ ഒരു ഉദ്യാനം. ഇതൊരു മരുഭൂമിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അല്ലാതെ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള കേരളത്തിലോ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ അല്ല. ഗേറ്റിൽ നിന്ന് കുറച്ചകലെ കൊണ്ടുപോയി ഡോക്ടർ ഷാഫി കാർ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വേണം മിറക്കിൾ ഗാർഡനിൽ പ്രവേശിക്കാൻ. ഓൺലൈനിൽ എടുക്കുമ്പോൾ ഏതാണ്ട് 2100 രൂപയ്ക്ക് തുല്യമാണ് ഇവിടെ ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ കവാടം കടന്ന് അങ്ങോട്ട് നടന്നു. കൂറ്റൻ പൂക്കൂടകൾ കൊണ്ട് അലങ്കരിച്ച ഒരു കവാടം. പൂക്കളുടെ ഒരു ആഘോഷ കേന്ദ്രമാണ് DMG അഥവാ ദുബായ് മിറക്കിൾ ഗാർഡൻ. സസ്യങ്ങളും പൂക്കളും കൊണ്ട് മരുഭൂമിയിൽ സൃഷ്ടിച്ച ഒരു മഹാത്ഭുതം. കവാടത്തിലെ തണുപ്പ് അനുഭവിച്ചും വർണ്ണാഭ ആസ്വദിച്ചും കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് 2 കുതിരകളാണ്. ദുബായ് ഭരണാധികാരികളുടെ വീക്ക്നെസ് ആണല്ലോ കുതിരകൾ. സസ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഇതെന്ന കാര്യം ഒരു വേള വിസ്മരിച്ചു പോകും. ഇനി ഇവിടെ കാണാൻ പോകുന്നതെല്ലാം ഈ വിധം സസ്യങ്ങൾ കൊണ്ട് ഒരുക്കിയെടുത്തവ തന്നെയാണ്. പാതയുടെ ഇരുവശത്തും വിരിഞ്ഞു നിൽക്കുന്ന അനേകം പൂക്കൾ. അതിമനോഹരമാണ് കാഴ്ചകൾ. എല്ലാം കൃത്യമായി നട്ടുനനച്ചു നിർത്തിയിരിക്കുന്നു. ഒരാളും ഇതിൽ നിന്നൊന്നും പൂക്കൾ ഇറുക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. ധാരാളം മലയാളികൾ ഇവിടെ സന്ദർശകരാകുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. അവരെല്ലാം ഇത് കണ്ട് ആസ്വദിക്കുകയല്ലാതെ ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. ഇവിടെ കാണുന്ന പൂക്കളുടെ ധാരാളിത്തം ആരെയും അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. വെറുതെ പൂച്ചെടികൾ നട്ടുവച്ചിരിക്കുകയല്ല. പൂച്ചെടികൾ കൊണ്ട് അത്ഭുതകരമായ അലങ്കാരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ടുള്ള അത്ഭുത സൃഷ്ടികൾ തന്നെയാണ് അവയോരോന്നും. അങ്ങകലെ ഒരു കാസിൽ പണിതു വച്ചിരിക്കുന്നത് കാണാം. സിൻഡ്രല്ല കാസിൽ പോലെ വലിയൊരു നിർമ്മിതി. അതിനെയാകെ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ചെടികൾ, കോടിക്കണക്കിന് പൂക്കൾ. വഴിയോരത്ത് പൂച്ചെടികൾക്കിടയിൽ പപ്പായയുടെ ചെടികൾ വളരുന്നതും കാണാം. ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ വളരെ ലളിതമെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഓരോ ചെടിയും കൃത്യമായി പരിപാലിക്കപ്പെടുന്നവയാണ്. എല്ലാ ചെടിയുടെയും ചുവട്ടിലേക്ക് വെള്ളവും വളവും എത്തുന്നു. ഓരോ ചെടിയുടെയും തണ്ടും തുമ്പും അനാവശ്യമായ ഭാഗങ്ങളിലേക്ക് വളരാതിരിക്കാൻ പരിപാലകർ ശ്രദ്ധിക്കുന്നുണ്ട്. അവയോരോന്നും കൃത്യമായി എല്ലാ ദിവസവും വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ജോലി ചെയ്യുന്നവരെയൊന്നും സന്ദർശകർക്ക് കാണാനാവില്ല. സന്ദർശകർ ഒഴിയുന്ന നേരത്തും രാത്രിയിലുമാണ് അവർ ജോലി ചെയ്യുക. വഴിയരികിൽ ഫാൽക്കനുമായി ഇങ്ങനെ ചിലർ നിൽക്കുന്നുണ്ട്. സന്ദർശകർക്ക് ഫാൽക്കനെ കയ്യിലെടുത്തു നിന്ന് ഫോട്ടോ എടുക്കാം.
ഒട്ടകക്കമ്പവും കുതിരക്കമ്പവും പോലെ അറബികളുടെ ഫാൽക്കൺ കമ്പവും ഏറെ പ്രശസ്തമാണല്ലോ. ഇവിടെ പൂക്കളോട് കൂടിയ ഒരു സൈക്കിളുണ്ട്. ഇത്തരത്തിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഓരോ ഇടവും ഒരുക്കി വെച്ചിരിക്കുന്നത്. ബൊട്ടാണിസ്റ്റുകളും കലാകാരന്മാരും ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകളും ഡിസൈനർമാരുമെല്ലാം ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇടയ്ക്ക് ചില കുന്നുകൾ, അതിന്റെ മേലെ കോട്ട പോലെ പൂക്കൾ കൊണ്ടൊരുക്കിയ സംവിധാനങ്ങൾ. താഴെ ഇക്കാണുന്നത് റെസ്റ്റോറന്റുകളാണ്. ഓരോ വള്ളിക്കുടിലുകളിലാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലോരോന്നിലും ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. മുകളിലുമുണ്ട്. എല്ലാം തീമാറ്റിക്കാണ്. വ്യത്യസ്തമായ ആശയങ്ങൾ ഇവിടെ സമന്വയിക്കുന്നു. പൂക്കൾ അങ്ങനെ കുലകുത്തി നിൽക്കുന്നു. പ്രത്യേക സ്ട്രക്ചറിലാണ് ആ ഫ്ലവർ ഇൻസ്റ്റലേഷനുകൾ ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉള്ള സ്ട്രക്ചറിന്മേൽ പൂച്ചെടികൾ വളർത്തിയിരിക്കുന്നു. എന്റർടൈൻമെന്റ് കോംപ്ലക്സായ ദുബായ് ലാൻഡും ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പും ചേർന്നാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ സൃഷ്ടിച്ചെടുത്തത്. ജോർദാനിയൻ ബിസിനസ്മാൻ അബ്ദുൽ നാസർ റഹാലിന്റെ നേതൃത്വത്തിൽ അക്കാർ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചർ കമ്പനി ഇത് ഡിസൈൻ ചെയ്ത് ഒരുക്കിയെടുക്കുകയായിരുന്നു. 2011 ഈ പ്രോജക്റ്റിനു വേണ്ടി $11 മില്യൺ ചെലവഴിച്ചത്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ദുബായ് മിറക്കിൾ ഗാർഡന്റെ പൂർത്തീകരണം. 2013 ഫെബ്രുവരിയിൽ ആദ്യഘട്ടം പൂർത്തിയായി. അതേ വർഷം ഒക്ടോബറിൽ തന്നെ രണ്ടാം ഘട്ടവും പൂർത്തിയായപ്പോൾ ഇവിടം ലോകത്തെ ഏറ്റവും വലിയ പൂന്തോട്ടമായി മാറുകയായിരുന്നു. 25 കോടി ചെടികൾ ഈ ഗാർഡനിലുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇത്രയും വിപുലമായ ഉദ്യാനം നനയ്ക്കുന്ന ഒരാളെയും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കാണാനാവില്ല. രാത്രിയിൽ സന്ദർശകരെല്ലാം മടങ്ങിയ ശേഷമാണ് ഇത് നനയ്ക്കുക. 7.5 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ദുബായ് മിറക്കിൾ ഗാർഡൻ നനയ്ക്കുന്നതിനായി ഓരോ ദിവസവും ആവശ്യമാണ്. ദുബായ് നഗരം പുറത്തുവിടുന്ന മലിനജലം ശുദ്ധീകരിച്ചാണ് ഈ ഗാർഡനിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഒരു പൂപ്പന്തലിലൂടെ ഞങ്ങൾ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിയെത്തി. ഇവിടെ കുറേ മണ്ഡപങ്ങൾ പണിതു വെച്ചിട്ടുണ്ട്. ഉദ്യാനത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഭാഗമാണ്. വെളുത്ത ചായം പൂശിയ മനോഹരമായ കാസ്റ്റ് അയൺ മണ്ഡപങ്ങൾ. കുന്നിന്റെ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. ഈ ഗാർഡനിലെ ഏറ്റവും പ്രശസ്തമായ പുഷ്പശില്പങ്ങളിലൊന്ന് അതാണ്. എമിറേറ്റ്സിന്റെ ഒരു വിമാനം. വാർത്തകളിൽ ഇടം പിടിച്ച നിർമ്മിതിയാണിത്. ലോകത്തെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ. എമിറേറ്റ്സിന്റെ ഒരു എയർബസ് A380 വിമാനം അതിന്റെ പൂർണ്ണ വലിപ്പത്തിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ആ പുഷ്പവിമാനം. വമ്പൻ പൂക്കൊലകൾ. കോൺക്രീറ്റും സ്റ്റീലും ചേർന്നുള്ള സ്ട്രക്ചറിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്ന ചെടികൾ വളർത്തിയിരിക്കുന്നതാണിത്. അതാണ് ഇവിടുത്തെ ടെക്നോളജി. അല്ലാതെ ചെടികൾ സ്വാഭാവികതയോടെ ഓരോയിടത്ത് വളരുന്നതല്ല. കൃത്യമായ കളർ കോമ്പിനേഷനിലാണ് ഓരോ ഇടവും ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും നടന്ന് ഗാർഡന്റെ അടുത്ത ലെവലിലേക്കു കയറി. കൃത്യമായി നനയ്ക്കുന്നതുകൊണ്ട് തഴച്ചു വളരുകയാണ് ചെടികൾ. ഈന്തപ്പനയും മുൾച്ചെടികളും മാത്രം വളർന്നിരുന്ന ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന കാര്യം ഒരു വേള വിസ്മരിച്ചു പോകും. സീസൺ അനുസരിച്ച് 50 മുതൽ 200 തൊഴിലാളികൾ വരെ മിറക്കിൾ ഗാർഡനിൽ ജോലി ചെയ്യുന്നുണ്ട്. വേനൽക്കാലത്ത് ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാവാറില്ല. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഗാർഡൻ പൊതുജനത്തിന് തുറന്നുകൊടുക്കുക. വേനൽക്കാലത്ത് പരമാവധി ചെടികൾ സംരക്ഷിച്ചു നിർത്തുന്ന ജോലികളിലാവും ജീവനക്കാർ. ഓരോ സീസണിലും 15 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ ഉദ്യാനത്തിന്റെ സൗന്ദര്യവും വിസ്മയങ്ങളും നേരിൽ കാണാനെത്തുന്നത്. ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ 300 കോടി രൂപയ്ക്ക് മുകളിലാണ് ഓരോ സീസണിലും ഈ മിറക്കിൾ ഗാർഡന്റെ വരുമാനം. നമ്മൾ ഇന്ത്യയിൽ പല ഉദ്യാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ മുതൽ കാശ്മീരിലെ മുഗൾ ഗാർഡൻ വരെ. പക്ഷേ അതൊന്നുമായും ഒരു വിധത്തിലുമുള്ള താരതമ്യമില്ലാത്ത വിധമാണ് ഈ ഗാർഡൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പൂർണ്ണതയെക്കുറിച്ചുള്ള മുൻകാഴ്ചയാണ് അതിന്റെ ഒരു പ്രത്യേകത. ഞാൻ നടന്ന് വിമാനത്തിന്റെ ചുവട്ടിലേക്കെത്തി. ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും ധാരാളമായി പുഷ്പിക്കുന്ന ചെടികളാണത്. 7 ഇനം പൂച്ചെടികളുണ്ട് ഈ വിമാനത്തിൽ. ഉദ്യാനത്തിൽ ആളുകൾക്ക് നടക്കാനുള്ള വഴിയൊഴികെ മറ്റെല്ലായിടവും പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതാണ് ഈ ഗാർഡന്റെ പ്രത്യേകത. പല വർണ്ണത്തിലുള്ള പൂക്കളും അവ കൊണ്ടുള്ള ഇൻസ്റ്റലേഷനും ഇല്ലാത്ത ഒരിടവും കാണാനാവില്ല.
കുട്ടികളെ ആകർഷിക്കുന്ന ചില പ്രത്യേക സെക്ഷനുകളുണ്ട്. വലിയ പാവകളും കുട്ടികൾക്കിഷ്ടപ്പെടുന്ന പുഷ്പരൂപങ്ങളുമുണ്ട് ഇവിടെ. കുട്ടികൾക്ക് ഓടിക്കളിക്കാവുന്ന ഒരു പ്രത്യേക പാർക്ക് പോലെയാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. എല്ലാത്തരം പൂക്കളും കാണാം ദുബായ് മിറക്കിൾ ഗാർഡനിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പൂക്കൾ, പലയിനം റോസുകൾ, സൂര്യകാന്തി, ചെണ്ടുമല്ലി, ടുലിപ്പ് എന്നിങ്ങനെ 120 ഇനം പൂക്കളും അവയുടെ വകഭേദങ്ങളും ഇവിടെ കാണാം. ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ ഞങ്ങളാണ് ആദ്യം എത്തിയതെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇവിടെ നിറയെ ആളുകളുണ്ട്. സന്ദർശകർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ദുബായിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു ആകർഷണം തന്നെയാണ് മിറക്കിൾ ഗാർഡൻ. ഇത്രയും പൂക്കൾ ഒന്നിച്ചു കാണുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. മിറക്കിൾ ഗാർഡന്റെ വിസ്മയങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.